ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഡേറ്റ റെപ്രസെൻറ്റേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫോർ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ. ആൻഡ് ഈ വീഡിയോയും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൾമോസ്റ്റ് എല്ലാ ബേസിക്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും കവറായി കഴിഞ്ഞു. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, ഇൻറ്റീജർ, ഫ്രാക്ഷൻസ്, ബൈനറി ആൻഡ് ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻസ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ, നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ എക്സെട്ര. ഇപ്പോൾ ഫസ്റ്റ് ഫ്രം ദ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ സിസ്റ്റം നമ്മൾ നോർമലി ഇൻ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റംസ് ഡെസിമൽ സിസ്റ്റമാണ്. അതിൽ നമ്മൾ 0 to 9 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ മിക്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് കമ്പ്യൂട്ടറിൻ്റെ കേസ് എടുക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ 4 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം മീനിങ് നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ്. അതിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. അതിൻ്റെ ബേസ് 10 ആണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് 2 ആണ്. അതിൽ 0 and 1 മാത്രമേ കാണത്തുള്ളൂ. ഈ രണ്ട് നമ്പേഴ്സ് മാത്രമേ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റമിൽ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമലാണ്. ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് മിക്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻറ്റീജേഴ്സ്. ഇതിൽ നമ്മൾ 0 to 9 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യും. പിന്നെ A to F വരെയുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യും. ഇതിൽ A = 10 ആണ്. എയുടെ വാല്യൂ 10 ആണ്. പിന്നെ B = 11, C = 12, D = 13, 14, 15 അങ്ങനെ F = 15 ഇതുവരെ നമ്മൾ യൂസ് ചെയ്യും. ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 ആണ്. അതിൽ 0 to 15 വരെയുള്ള നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ 0 to 9 വരെ ഡിജിറ്റ്സും 10 to 15 A to F വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഒക്ടൽ സിസ്റ്റം. ഒക്ടൽ സിസ്റ്റത്തിൻ്റെ ബേസ് 8 ആണ്. ഒക്ടൽ സിസ്റ്റത്തിൻ്റെ ബേസ് 8. അതിൽ നമ്മൾ 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഒക്ടൽ സിസ്റ്റത്തിൽ 8, 9, 10 ഈ ഡിജിറ്റ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ഇപ്പോൾ 8 ആണെങ്കിൽ 8 ഈക്വലൻ്റ് ആയിട്ട് 0 to 7 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ മിക്സ്ചർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് കൺവേർഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഡെസിമൽ ടു ബൈനറി. ഡെസിമൽ എന്ന് പറയുന്നത് നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സാണ്. ഫോർ എക്സാമ്പിൾ 248, 129, 30, 15 ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സാണ്. ഇതിനെ ബൈനറിയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ബൈനറി എന്ന് പറയുന്നത് 0 and 1 മാത്രം വരുന്ന നമ്പേഴ്സാണ്. 0 and 1സിൻ്റെ കോമ്പിനേഷൻസാണ് ബൈനറി നമ്പർ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പർ എടുക്കുമ്പോൾ മേ ബി 2 പാർട്ട് കാണാം. ഫോർ എക്സാമ്പിൾ അത് 128 ആയിരിക്കാം. ചില നമ്പേഴ്സ് 125.18 ആയിരിക്കാം, അല്ലെങ്കിൽ 15.2 ആയിരിക്കാം. ഇങ്ങനെ നമ്പേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പേഴ്സിനെ നമ്മൾ ഇൻറ്റീജർ പാർട്ട് എന്നും പറയും. പോയിൻറ്റിന് അപ്പുറത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് എന്നും പറയും. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. രണ്ടിനും 2 സ്റ്റെപ്സാണ്. ഇപ്പോൾ ഇൻറ്റീജർ പാർട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റീജർ പാർട്ടിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടേ വരണം. എന്നിട്ട് അതിന് കിട്ടുന്ന റിമൈൻഡർ 0 or 1 ആയിരിക്കും. ഓരോ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 and 1 ആയിരിക്കും പോസിബിൾ റിമൈൻഡേഴ്സ്. അപ്പോൾ ഈ റിമൈൻഡേഴ്സിനെ നമ്മൾ സൈഡിലിങ്ങനെ ഒരു ഓർഡറിൽ നോട്ട് ചെയ്ത് വെക്കണം. എപ്പോഴാണോ ആ നമ്പർ ഈക്വൽ ടു 0 or 1 വരുന്നത്, അല്ലെങ്കിൽ ലെസ് ദാൻ 2 വരുന്നത്, അപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സ് എല്ലാം ബോട്ടം ടു ടോപ്പ് ഓർഡറിൽ എടുത്ത് എഴുതിയാൽ മതി. ഇൻറ്റീജർ പാർട്ടിൻ്റെ ബൈനറി ഈക്വലൻറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇതിൽ 27 കൊടുത്തിട്ടുണ്ട്. 27 അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 7 3 ടൈംസ് ഉണ്ട്, റിമൈൻഡർ 1 കിട്ടും. ഇനി 13നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ്, റിമൈൻഡർ 1. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, റിമൈൻഡർ 0. ദെൻ 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, റിമൈൻഡർ 0. ഇപ്പോൾ ഈ ഒരു നമ്പർ ലെസ് ദാൻ 2 ആയില്ലേ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിനെ ബോട്ടം ടു ടോപ്പ് ഓർഡറിൽ എടുത്ത് എഴുതണം. ഇപ്പോൾ ബോട്ടമിലുള്ളത് 1 ആണ്. അത് കഴിഞ്ഞിട്ട് 0, 0, 1, 1 ഈ ഓർഡറിൽ എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് ഇൻറ്റീജർ പാർട്ടിൻ്റെ ബൈനറി ഈക്വലൻറ്റ് കിട്ടും. ഇനി ഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ സെക്കൻഡ് വൺ ആണ് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 12.5 ആണെങ്കിൽ ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് 0.5 ആണ്, 0.5 ആണ് ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടത്തില്ല. ഇപ്പോൾ 0.5നെ 2 വെച്ച് ചെയ്യുമ്പോൾ 1.0 എന്ന് കിട്ടും. ഇതിൽ ഇൻറ്റീജർ പാർട്ട് പോയിൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ ഇൻറ്റീജർ പാർട്ട് സെപ്പറേറ്റ് എടുത്ത് എഴുതണം. ഒരു സൈഡിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ എഗെയിൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഒരു ആൻസറിൻ്റെ ഇൻറ്റീജർ പാർട്ട് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കണം.
എന്നിട്ട് നമ്മൾ ഏത് ഓർഡറിലാണ് നോട്ട് ചെയ്തത് ആ ഓർഡറിൽ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ബൈനറി ഈക്വലൻറ്റ് കിട്ടും. ആൻഡ് ഇത് നമ്മൾ ഒരു 4 to 5 പ്ലേസസ് വരെ കണ്ടുപിടിച്ചാൽ മതി. 4 to 5 ഇൻറ്റീജർ പാർട്സ് വരെ കണ്ടുപിടിച്ചാൽ മതി, അതിൽ കൂടുതൽ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 0.65 ആണ് നമ്പർ. ഇതിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 12, 13, 1.30 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 1 ആണ്. അപ്പോൾ 1 സെപ്പറേറ്റ് നോട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ഫ്രാക്ഷണൽ പാർട്ട് 30 ആണ്, 0.30 ആണ്. അപ്പോൾ ഈ 0.3നെ അഗെയിൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 0.6 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് 0 അതിനെ നോട്ട് ചെയ്യണം. എന്നിട്ട് ഇതിനെ അഗെയിൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1.2 ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 1 ആണ്. അപ്പോൾ 1 നോട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് 0.2 ആണ്. 0.2 ഇൻറ്റു ചെയ്യുമ്പോൾ 0.4 കിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 0 ആണ്, 0 നോട്ട് ചെയ്യാം. എന്നിട്ട് ഈ 0.4നെ അഗെയിൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 0.8 കിട്ടും. 0 നോട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 5 പ്ലേസസ് വന്നില്ല. അപ്പോൾ ഇതോടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ 0.65 അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 0.10100. ഇതാണ് അതിൻ്റെ ബൈനറി ഈക്വലൻ്റ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 17.8 ആണ്. അപ്പോൾ 17ൻ്റെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, 0.8ൻ്റെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടിനെയും ജോയിൻ ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ബൈനറി ടു ഡെസിമൽ. ഇപ്പം നമ്മൾ കണ്ടത് ഡെസിമൽ ടു ബൈനറി, ഇനി ബൈനറി ടു ഡെസിമൽ ആണ്. അപ്പോൾ ബൈനറി ടു ഡെസിമൽ ചെയ്യുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. നമ്മളിപ്പോൾ നോർമൽ ഇതെടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ 248 എടുക്കുകയാണെങ്കിൽ ഈ നമ്പറിനെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയും. ഇത് സെക്കൻഡ് പ്ലേസ്, 10th പ്ലേസ്, ഇത് 100th പ്ലേസ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ഡിജിറ്റ് ആക്ച്വലി 10⁻⁴ പവറാണ്. സെക്കൻഡ് ഡിജിറ്റ് 10⁻⁴, തേർഡ് വൺ 10⁻². ഡെസിമൽ നമ്പറിൻ്റെ ബേസും 10 ആണ്. പിന്നെ അതിനെ നമ്മൾ പവേഴ്സിൻ്റെ ഇക്വലൻറ്റിൽ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അതേപോലെ ബൈനറിയിലുണ്ട്. ബൈനറിയിൽ ഫസ്റ്റ് പൊസിഷനിലുള്ള ഇൻറ്റീജർ വാല്യൂ 2.0, പിന്നെ അതിന് മുന്നേ ഉള്ളത് 2.1, പിന്നെ അതിന് മുന്നേ ഉള്ളത് 2⁻², പിന്നെ 2⁻4. ഇങ്ങനെ ഒരു ഓർഡറിൽ പോകും. അത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു ബൈനറി തന്നിട്ട് അതിനെ ഡെസിമലിൽ കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം ഓരോ ബൈനറീൻ്റെയും അതിൻ്റെ പൊസിഷണൽ ഇക്വലൻറ്റ് ഏതോ അത് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 1011ൻ്റെ ഡെസിമലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഫസ്റ്റ് നമ്പർ ഇതല്ലേ റൈറ്റ് മോസ്റ്റ് എലമെൻറ്റ്, അപ്പോൾ അതിന് 2⁻0 അസൈൻ ചെയ്യണം. പിന്നെ അതിന് തൊട്ട് മുന്നേ ഉള്ളതിന് 2⁻1, അതിന് മുന്നേ ഉള്ളത് 2⁻2, 2⁻3 ഇങ്ങനെ അസൈൻ ചെയ്യണം. അസൈൻ ചെയ്തിട്ട് 1 എവിടെയൊക്കെയാണോ ഉള്ളത് അതിൻ്റെ ഈ പൊസിഷണൽ വെയിറ്റേജിനെയൊക്കെ എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 വന്നേക്കുന്നത് ഇതിൽ 1 ഉണ്ട്, അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് ആണ് 2 ക്യൂബ് പ്ലസ് അടുത്ത 1 വരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് 2⁻1 ആണ്. അപ്പോൾ 2⁻1 പ്ലസ് അടുത്ത 1 വരുന്നത് ഇതാണ്. ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് 2⁻0 ആണ്. 2⁻0 ഇത് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. 2 ക്യൂബ് 8 ആണ്, പ്ലസ് 2⁻1 2 ആണ്, 2⁻0 1 ആണ്. അപ്പോൾ 8 + 2 10, 10 + 1 11. അപ്പോൾ 1011 അതിൻ്റെ ഡെസിമൽ ഇക്വലൻറ്റ് 11 ആണ്. ഇൻറ്റീജർ പാർട്ട് ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനി ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. ഫ്രാക്ഷണൽ പാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും 2⁻⁻1 പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 0.1101 ആണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇൻറ്റീജർ പാർട്ട് ചെയ്തപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ഇട്ടില്ലേ, ഇത് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇടേണ്ടത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് മോസ്റ്റ് ഉള്ളത് ഈ 1 ആണ്. അപ്പോൾ അതിൽ 2⁻⁻1 ഇടാം. അതിൻ്റെ അടുത്തുള്ളത് 2⁻⁻2, അടുത്തുള്ളത് 2⁻⁻3, അടുത്തുള്ളത് 2⁻⁻4. ഇങ്ങനെ എഴുതിയിട്ട് 1 എവിടേക്കാണോ ഉള്ളത് അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് ഒക്കെ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2⁻⁻1 പ്ലസ് 2⁻⁻2 പ്ലസ് 2⁻⁻4 എന്ന് കിട്ടും. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ മതി. ഇപ്പോൾ 2⁻⁻1 ആണെങ്കിൽ അതിനെ നമുക്ക് 1/2⁻1 എന്ന് എഴുതാം. പിന്നെ 2⁻⁻2 ആണെങ്കിൽ 1/2² എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്, 1011.101 അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം 1011 അത് ഇൻറ്റീജർ പാർട്ടാണ്, അതിനെ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് ഉള്ളത് ഫ്രാക്ഷണൽ പാർട്ടാണ്, അത് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്താൽ മതി. ദെൻ ഹെക്സാഡെസിമലിൽ നമ്മൾ ബേസ് 16 ആണെന്ന് പറഞ്ഞു. 0 to 9 വരെയുള്ള ഡിജിറ്റ്സും
ടു എഫ് വരെയുള്ള ക്യാരക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടലി റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 to 15 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ബൈനറി ഈക്വലൻ്റ് നമുക്ക് എഴുതാൻ അറിയണം. അത് ബൈ ഹാർട്ട് ചെയ്യാൻ പാടാണ്. ഇപ്പോൾ ചില CS സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് കാണും ഓൾറെഡി. അപ്പം നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെങ്ങനെ എഴുതണോ എന്നുള്ള ഒരു ഓർഡർ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഹെക്സാഡെസിമൽ ആണെങ്കിൽ അതിൽ 4 ഡിജിറ്റ്സ് കാണും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഉള്ളത് റൈറ്റ് മോസ്റ്റ് ഉള്ളത് എല്ലാം 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ഉള്ളതിന് 0 1 0 1 0 1 0 1 0 1 ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് 0 to 15 വരെ ഇടണം. 0 1 2 3 4 5 6 7 ഇങ്ങനെ എക്സെട്ര 15 വരെ ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 1 0 1 0 1 0 1 ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇടണം. ഇനി സെക്കൻഡ് പൊസിഷനിലുള്ളതിന് 2 0 2 1 2 0 2 1 2 0 2 1 ഇങ്ങനെ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. ഇനി തേർഡ് വൺ ആണെങ്കിൽ 4 0 4 1 1 2 3 4 4 0 1 2 3 4 4 1 നെക്സ്റ്റ് 4 0 ഇങ്ങനെ 4 0 4 1 ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. ഇനി ഫോർത്ത് ഡിജിറ്റ് ആണെങ്കിൽ 8 0 8 1 6 7 8 8 0 8 1 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് ഓരോ ലൈനിലുള്ളതിനെ മെർജ് ചെയ്താൽ മതി. നമുക്ക് 0 to 15 വരെ ഉള്ളതിൻ്റെ ബൈനറി ഈക്വലൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എ ആണെങ്കിൽ എയുടെ ബൈനറി ഈക്വലൻറ്റ് 10ൻ്റെ ബൈനറി ഈക്വലൻ്റ് ആയിരിക്കും. ബി ആണെങ്കിൽ ബീൻ്റെ ബൈനറി ഈക്വലൻറ്റ് 11ൻ്റെ ബൈനറി ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഹെക്സാഡെസിമൽ ടു ബൈനറി ആണ്. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3A ആണെങ്കിൽ കൊടുത്തിട്ടുള്ള ഹെക്സാഡെസിമലിൻ്റെ ഓരോ ഡിജിറ്റിൻ്റെയും ബൈനറി ഈക്വലൻ്റ് എടുത്ത് എഴുതണം. ഇപ്പോൾ 3 ആണെങ്കിൽ 0 0 1 1 ഇതാണ് 3യുടെ ബൈനറി ഈക്വലൻ്റ്. ഇനി A ആണെങ്കിൽ 1 0 1 1. ഞാൻ ഇപ്പോൾ എഴുതിയ ഒരു ഓർഡർ ഇല്ലേ, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3 എന്ന് പറയുന്നത് 0 0 1 1 ആണ്. A എന്ന് പറയുന്നത് 1 0 1 1 ആണ്. എന്നിട്ട് ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്താൽ മതി. അപ്പോൾ 3Aയുടെ ബൈനറി ഈക്വലൻ്റ് ആണ് 0 0 1 1 1 0 1 1. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബൈനറി ടു ഹെക്സാഡെസിമൽ. ഒരു ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള ബൈനറി നമ്പറിനെ ഫ്രം റൈറ്റ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് ഏതാണോ അതെടുത്ത് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ 1 1 1 1 0 1 1 0 1 1 ഇതാണ് കൊടുത്തിട്ടുള്ള ബൈനറി. ഇതിനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രം ദ റൈറ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു ഗ്രൂപ്പാവും, ഇതൊരു ഗ്രൂപ്പാവും. ബട്ട് ഇതിനെ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രണ്ടിൽ 2 0 ആഡ് ചെയ്താൽ നമുക്ക് 4 ആയി കിട്ടും. ഇനി ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് ഏതാണോ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ റഫ് വർക്കിൻ്റെ പേജ് കാണത്തില്ലേ, നിങ്ങൾക്ക് എഴുതാൻ എപ്പോഴാണോ സമയം സ്റ്റാർട്ടാവുന്നത് അതിൽ ഈ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ 0 to 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ ബൈനറി ഈക്വലൻ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം അതിനെ റെഫർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 0 0 1 1 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് 3 ആണ്. 1 1 0 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇത് 1 1 0 1 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ D ആണ് വരുന്നത്. A 10 B 11 C 12 D 13 ഇതിൻ്റെ വാല്യൂ 13 ആണ്. അപ്പോൾ അത് D. ദെൻ ലാസ്റ്റ് 1 0 1 1 അതിൻ്റെ കറസ്പോണ്ടിങ് B ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ ബൈനറി ടു ഹെക്സാഡെസിമൽ. ഇനി ബൈനറി ടു ഒക്ടലും ഒക്ടൽ ടു ബൈനറിയും. ബൈനറി ടു ഒക്ടൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ബൈനറി ഡിജിറ്റിനെ ഗ്രൂപ്പ് ഓഫ് 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇതിൽ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ റീസൺ ഒക്ടലിൽ നമ്മൾ 0 to 7 വരെയുള്ള നമ്പേഴ്സല്ലേ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇതെന്ന് പറയുന്നത് 3 ആണ്. 0 to 7 വരെയുള്ള നമ്പർ 7നെ നമുക്ക് 3 ഡിജിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 6നെയും 3 ഡിജിറ്റ് 0 to 7 വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും ബൈനറിയിൽ നമുക്ക് 3 ഡിജിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈനറീനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഓഫ് 3 ആയിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഹെക്സാഡെസിമലിൽ 4 എടുത്തതിൻ്റെ റീസൺ 15 ഒക്കെ നമുക്ക് 4 ഡിജിറ്റ്സ് വെച്ചിട്ടേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ എബോവ് 7 ഉള്ള എല്ലാത്തിനെയും നമുക്ക് 4 ഡിജിറ്റ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹെക്സാഡെസിമൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഒക്ടലിൽ നമുക്ക് 7 വരെ 3 ഡിജിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് 7 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഗ്രൂപ്പ് ഓഫ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം ഫ്രം ദ റൈറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റിൽ നമുക്ക് 3 ഡിജിറ്റ് കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ സീറോസ് ആഡ് ചെയ്ത് അതിനെ 3 ആക്കാം. എന്നിട്ട് ഓരോ 3 ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ്റ് ഏതാണോ അതെടുത്ത് എഴുതിയാൽ മതി.
ഫോർ എക്സാമ്പിൾ 111 101 101 ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് മൂന്നും ഒരു ഗ്രൂപ്പ്, ഇത് മൂന്നും ഒരു ഗ്രൂപ്പ്, ഇത് മൂന്നും ഒരു ഗ്രൂപ്പ്. 111ൻ്റെ കറസ്പോണ്ടിങ് 7 ആണ്, 101ൻ്റെ കറസ്പോണ്ടിങ് 5, 101ൻ്റെ കറസ്പോണ്ടിങ് 5. അപ്പോൾ ഇതാണ് 755 ആണ് ഇതിൻ്റെ ഒക്ടൽ ഇക്വലൻറ്റ്. ഒക്ടലാണെങ്കിൽ ബേസ് 8 ആണ്. ഇനി ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ഈസിയാണ്. ഒക്ടൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൊടുത്തിട്ടുള്ള ഒക്ടൽ നമ്പർ ഏതാണോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 153 ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഓരോ ഡിജിറ്റിൻ്റെയും 3 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് ഏതാണോ അതെടുത്ത് എഴുതാം. 1ൻ്റെ ബൈനറി ഇക്വലൻ്റ് 001 ആണ്, 1ൻ്റെ ഈക്വലൻ്റ് 1 ആണ്, അപ്പോൾ 3 ഡിജിറ്റ് വേണം, അതുകൊണ്ട് ഫ്രണ്ടിൽ 00 ആഡ് ചെയ്തു. ഇനി 5ൻ്റെ 3 ഡിജിറ്റ് ഇക്വലൻ്റ് 101 ആണ്, 3യുടെ ഈക്വലൻ്റ് 011 ആണ്. എന്നിട്ട് ഇതിനെ മെർജ് ചെയ്താൽ മതി. അപ്പോൾ 001 101 011 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ, ബൈനറി ഇക്വലൻറ്റ്. ഇനി ഡെസിമൽ ടു ഒക്ടലുണ്ട്. ഡെസിമലിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്തില്ലേ, ബൈനറിൻ്റെ ബേസ് 2 ആണ്. അപ്പോൾ ഇപ്പോൾ ഡെസിമലിനെ നമ്മൾ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. 8 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡേഴ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 to 7 വരെയുള്ള നമ്പേഴ്സ് കിട്ടും. അപ്പോൾ 7 വരെയുള്ള നമ്പേഴ്സിൽ എല്ലാം സൈഡിൽ നോട്ട് ചെയ്തിട്ട് ഫ്രം ദ ബോട്ടം ടു ടോപ്പ് ഓർഡറിൽ എടുത്ത് എഴുതിയാൽ മതി. പിന്നെ ലെസ് ദാൻ 7 എപ്പോഴാണോ വരുന്നത്, ലെസ് ദാൻ 8 എപ്പോഴാണോ വരുന്നത് അവിടെ ഡിവിഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഫ്രാക്ഷണൽ പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ മൾട്ടിപ്ലൈ വിത്ത് 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീജർ പാർട്ടിൽ കിട്ടുന്നത് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കണം. 3 to 4 places is enough. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഒക്ടൽ ടു ഡെസിമൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ബൈനറി ടു ഡെസിമൽ ചെയ്തപ്പോൾ എന്താ ചെയ്തത്, ഓരോത്തിൻ്റെയും പൊസിഷണൽ വെയിറ്റേജ് എടുത്തിട്ട് അതിനെ ആഡ് ചെയ്തു. അപ്പോൾ ഒക്ടൽ ടു ഡെസിമൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനും പൊസിഷണൽ വെയിറ്റേജ് ഉണ്ട്. ഇതെല്ലാം 8ൻ്റെ പവറിലായിരിക്കും. 8^0, 8^1, 8^2, 8^3 ഇങ്ങനെ 8ൻ്റെ പവറിലായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. 12 ആണ് എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് എടുക്കാം. അപ്പോൾ 12 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 2ൻ്റെ ഇതാണല്ലോ റൈറ്റ് മോസ്റ്റ് എലമെൻറ്റ്, അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് 8^0 ആയിരിക്കും. പിന്നെ ഈ 1ൻ്റെ വെയിറ്റേജ് 8^1 ആയിരിക്കും. അപ്പോൾ 1 into 8^1 plus 2 into 8^0 ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 1 into 8^1 8 ആണ്, അപ്പോൾ 8 plus 2 into 1 2 which is equal to 10. അപ്പോൾ 10 ആണ് ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻറ്റ്. ഇത് നമ്മൾ ബൈനറിയിൽ ചെയ്തപ്പോൾ 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റേജ് നമ്മൾ അങ്ങനെ എടുത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നമ്മൾ ഏത് നമ്പർ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആ സെയിം നമ്പറേ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയാത്തത്. ഇത് ഒക്ടൽ ടു ഡെസിമലൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ഉണ്ട്. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ ഉള്ള ഡെസിമൽ നമ്പറിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇതിൻ്റെ ബേസ് 16 ആണ്, അപ്പോൾ 16 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ നോട്ട് ചെയ്യണം. 0 to 9 ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നോട്ട് ചെയ്യാം. പിന്നെ 10 to 15 ആണെങ്കിൽ അതിൻ്റെ ഈക്വലൻറ്റ് ഏതാണോ, ഇപ്പോൾ 10 ആണെങ്കിൽ A, 11 ആണെങ്കിൽ B, അപ്പോൾ 10 to 15 ആണ് റിമൈൻഡറിൽ കിട്ടുന്നതെങ്കിൽ ABCD ആ ഒരു ഇതിൽ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എപ്പോഴാണോ നമ്പർ ലെസ് ദാൻ 16 ആവുന്നത് അപ്പോൾ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഫ്രാക്ഷണൽ പാർട്ട് ചെയ്യുമ്പോൾ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് നോട്ട് ചെയ്താൽ മതി. ഹെക്സാഡെസിമലിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പർ എഴുതണം. എന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 16A2 ഇതിനെയാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമ്പർ എഴുതിയില്ലേ, ഇനി ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് എടുക്കണം. ഇത് 16^0, ഇത് 16^1, 16^2, 16^3. ഇങ്ങനെ ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പറൊന്നും കൊടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ 10A കൊടുക്കും, അല്ലെങ്കിൽ 2F, ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതേ കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇനി ഇങ്ങനെ എഴുതിയിട്ട് ഓരോ നമ്പറിനെയും, ഇപ്പോൾ 1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് 16^3 ആണ്, അപ്പോൾ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിനൊരു റിസൾട്ട് കിട്ടും. പിന്നെ 6നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിനൊരു റിസൾട്ട് കിട്ടും. അങ്ങനെ ഇതെല്ലാത്തിൻ്റെയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റേജിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിന് കിട്ടിയ ആൻസേഴ്സ് എല്ലാം ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, നമുക്ക് ഡെസിമൽ ഇക്വലൻറ്റ് കിട്ടും. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക്
ഒക്ടൽ നമ്പർ തന്നിട്ട് അതിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ തന്നിട്ട് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ബൈനറീനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കിട്ടി. ഇപ്പോൾ ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിൽ ഹെക്സാഡെസിമലിനെ ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആ ബൈനറീനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്പർ കൺവേർഷൻസ് ഒക്കെ ഓവർ. ഇനി അടുത്തുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ആണ്, ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജർ നമ്പേഴ്സിനെ നമുക്ക് 4 ടൈപ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ് ആൻഡ് BCD. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ആണെങ്കിൽ അതിൽ 8 ബിറ്റ് റെപ്രസെൻറ്റേഷനുണ്ട്, 16 ബിറ്റ് റെപ്രസെൻറ്റേഷനുണ്ട്. ക്വസ്റ്റനിൽ തന്നെ തരും 8 ബിറ്റ് ആണോ 16 ബിറ്റ് ആണോ. മാക്സിമം 8 ബിറ്റ് ചോദിക്കാനാണ് ചാൻസ്. ഇനി സൈൻ്റെ ഇതിൽ 8 ബിറ്റ് ആണെന്ന് പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് 8 ഡിജിറ്റ്സ് കാണും. 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 ഡിജിറ്റ്സ് കാണും. ഇപ്പോൾ ഒരു നമ്പർ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിൽ ഏറ്റവും ഫസ്റ്റ് ഉള്ള ബിറ്റ് അത് 0 ആയിരിക്കും. അത് 0 ആണെങ്കിൽ നമ്പർ പോസിറ്റീവ്. ഇതിപ്പോൾ 1 ആണെങ്കിൽ നമ്പർ നെഗറ്റീവാണ്. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 5നെ 8 ബിറ്റ് റെപ്രസെൻറ്റേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ 5ൻ്റെ ബൈനറി ഈക്വലൻ്റ് ചെയ്താൽ 101 അല്ലേ. അപ്പോൾ 101, ബട്ട് ഇത് 8 ബിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് അതിൻ്റെ സൈൻ ബിറ്റ് ആയിരിക്കും. അപ്പോൾ സൈൻ ബിറ്റ് ചേർക്കാതെ മൊത്തം 7 ബിറ്റാണ്. ഇതിൽ 3 ആണുള്ളത്. അപ്പോൾ ഇതിനെ 7 ആക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ 4 zeros കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1 0 1 4 zeros. പിന്നെ ഇത് പോസിറ്റീവ് നമ്പർ അല്ലേ, അപ്പോൾ ഈ ഫസ്റ്റ് ബിറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ -5 ആണെങ്കിൽ ഈ ഫസ്റ്റ് ബിറ്റ് 1 ആയിരിക്കും. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ ഫസ്റ്റ് ബിറ്റ് എപ്പോഴും സൈൻ ബിറ്റ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 0, നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1. ബാക്കിയുള്ള 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ 7 ബിറ്റ്സ് ഇല്ല എങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഏറ്റവും ലാസ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിനെ 7 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ zeros ആഡ് ആക്കിയാൽ മതി. ഇനി വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ്. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പറിനെ ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് +5 ഉണ്ട്. +5ൻ്റെ വാല്യൂ 101 ആണ്. അപ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ, അതായത് -5 കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ അപ്പോൾ 0 1 0 ചെയ്താൽ മതി. വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 1 എല്ലാം zeros ആവും, 0 എല്ലാം 1 ആയിട്ട് കൺവേർട്ട് ആവും. അതിനെ ഇൻവേർട്ട് ചെയ്യുന്നതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. ഇത് നെഗറ്റീവ് നമ്പേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് ഏതാണോ അത് തന്നെ എഴുതാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 8 എടുക്കാം. 8ൻ്റെ ബൈനറി ഈക്വലൻ്റ് 1000 അല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ +8 ആണ് അവർ ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ -8 ആണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 1 എല്ലാം zeros ആക്കണം, zeros എല്ലാം 1 ആക്കണം. അപ്പോൾ 0 1 1 1. ഇതാണ് 8ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റനിൽ തന്നെ തരും റെപ്രസെൻറ്റ് -8 ഇൻ 8 ബിറ്റ്സ് റെപ്രസെൻറ്റേഷൻ ആൻഡ് വൺസ് കോംപ്ലിമെൻറ്റ് ഫോം എന്ന്. അപ്പോൾ ആദ്യം +8ൻ്റെ നോക്കാം, 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ 0 0 0 0 1 0 0 0. ഇതാണ് +8ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത് -8 ആണെങ്കിൽ ഇതിലുള്ള zeros എല്ലാം 1 ആവും, 1 എല്ലാം zeros ആവും. 1 1 1 1 0 1 1 1. ഇതായിരിക്കും -8ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ടൂസ് കോംപ്ലിമെൻ്റ് ആണ്. ടൂസ് കോംപ്ലിമെൻറ്റ് നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് അങ്ങനെ തന്നെ എഴുതാം. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആദ്യം ആ നമ്പറിൻ്റെ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കണം. ദെൻ ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ എനിക്ക് +9 അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് -9 അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണമെന്ന് എടുക്കാം. +9ൻ്റെ റെപ്രസെൻറ്റേഷനാണ് 1 0 0 1. അപ്പോൾ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 0 1 1 0 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ 1 1 1 0 എന്ന് കിട്ടും. ഇതാണ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഇത് 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ 0 0 0 0 1 0 0 1. ഇതാണ് 9ൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ -9 ആണെങ്കിൽ 1 1 1 1 0 1 1 0. ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യണം. അപ്പോൾ 1 1 1 1 0 1 1 1. ഇതായിരിക്കും -9ൻ്റെ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ടൂസ് കോംപ്ലിമെൻറ്റ് നമ്പർ. ഇനി BCD ഉണ്ട്, ബൈനറി കോഡഡ് ഡെസിമൽ. BCD ആണെങ്കിൽ ഓരോ നമ്പറിൻ്റെയും
ഓരോ ഡെസിമൽ നമ്പറിൻ്റെയും ഈക്വലൻ്റ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി ഈക്വലൻ്റ് ഏതാണോ അതെടുത്ത് എഴുതിയാൽ മതി. BCD റെപ്രസെൻറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് നോക്കി വെക്കണം. ഇതിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. 0 to 9 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ ബൈനറി ഈക്വലൻറ്റ് അതായത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 0 ആണെങ്കിൽ 0 0 0 0, 1 ആണെങ്കിൽ 0 0 0 1, 2 ആണെങ്കിൽ 0 0 1 0, ഇങ്ങനെ 0 to 9 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എടുത്ത് വയ്ക്കണം. ഇപ്പോൾ അവർ 5ൻ്റെ BCD ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ 0 1 0 1 ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഇപ്പോൾ അവർ 23 ആണ് പറയുന്നതെങ്കിൽ 2ൻ്റെ 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഏതാ? 0 0 1 0, 3യുടെയോ 0 0 1 1. ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. 23യുടെ BCD ഈക്വലൻറ്റ് കിട്ടും. ഇനി റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷണൽ നമ്പേഴ്സ് നമുക്ക് ഡിഫറെൻറ്റ് ഫോംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ബൈനറി ഫ്രാക്ഷണൽ റെപ്രസെൻറ്റേഷൻ, ഫിക്സഡ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ, BCD വിത്ത് ഡെസിമൽ പോയിൻറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ എക്സെട്ര. ഇത് എല്ലാത്തിലും നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ബൈനറി ഫ്രാക്ഷൻ റെപ്രസെൻറ്റേഷൻസ് നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ഒരു ഡെസിമൽ നമ്പർ പോയിൻ്റ് വാല്യൂ വെച്ചിട്ടുള്ളതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന്, അതാണ്. പിന്നെ ഫിക്സഡ് പോയിൻ്റ്, BCD വിത്ത് ഡെസിമൽ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6.25 ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഇതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ 6 ഇൻറ്റീജർ പാർട്ടിൻ്റെ ബൈനറി ഇക്വലൻ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് 25.05ൻ്റെ ബൈനറി ഇക്വലൻ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ മെർജ് ചെയ്യും. അതാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ. ബട്ട് ഇതിനെ നമുക്ക് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ പോയിൻ്റൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റോറൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ആക്സസിങ് ഒക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷന് ഒരു സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ. ആൻഡ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് IEEEയുടെ ഒരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു നമ്പറിൽ മാൻറ്റീസ, എക്സ്പോണൻ്റ് ഒക്കെ കാണും, അതൊക്കെ എടുക്കും. പിന്നെ ഇതിൽ നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് 1.11000 സംതിങ് ഇൻറ്റു 2 പവർ സംതിങ്. ഇങ്ങനെയാണ് നമ്മൾ നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ നോർമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും 110 ഇങ്ങനെയൊക്കെ ആയിരിക്കത്തില്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തന്നെ പലർക്കും പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 110 ഇൻറ്റു 2^3 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 0.110 ഇൻറ്റു 2^-3 ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനല്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ വന്നത്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ എല്ലാത്തിനെയും 1 പോയിൻറ്റ് സംതിങ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എല്ലാം 1 പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ്. ഇപ്പോൾ 1 പോയിൻറ്റ് സംതിങ് ഇങ്ങനെ ഒരു ബൈനറിയൊക്കെ കാണും, ഇൻറ്റു 2 പവർ സംതിങ് ഒരു വാല്യൂവും കൂടെ കാണും. ഇതാണ് നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇത് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കുമെന്ന് അറിയത്തില്ല. ഇതിൽ 2 ടൈപ്സ് ആണുള്ളത്. 32 ബിറ്റ് റെപ്രസെൻറ്റേഷനും ഉണ്ട്, 64 ബിറ്റ് റെപ്രസെൻറ്റേഷനും ഉണ്ട്. ഇതിൻ്റെ ഫോമാറ്റാണ് 1 പോയിൻറ്റ് മാൻഡിസ ഇൻറ്റു 2 എക്സ്പോണൻറ്റ്. ഇനി ഇതിൽ ബയാസ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ നമ്മൾ യൂസ് ചെയ്യും. 32 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ബയാസിൻ്റെ വാല്യൂ 27 ആണ്. ആൻഡ് 64 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ബയാസിൻ്റെ വാല്യൂ 1023. ഓക്കെ, ഇപ്പോൾ 32 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റ് ആയിരിക്കും. നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള 8 ബിറ്റ് എക്സ്പോണൻറ്റിനായിരിക്കും. പിന്നെ ബാലൻസ് ഉള്ള 23 ബിറ്റ്സ് മാൻഡിസയ്ക്കായിരിക്കും. ഇതാണ് 32 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. ഇനി 64 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള 11 ബിറ്റ്സ് എക്സ്പോണൻറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള 52 ബിറ്റ്സ് മാൻഡിസയാണ്. ഇതാണ് 32 ബിറ്റും 64 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കൺവേർട്ട് 7.25 ടു ബൈനറി ഇൻ നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഈ 7.25 ഇല്ലേ അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ നോർമലി ഡെസിമൽ ടു ബൈനറി ചെയ്യുന്നത് പോലെ ഇൻറ്റീജർ പാർട്ടും വേറെ ഫ്രാക്ഷണൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 111.01 അല്ലേ. അപ്പോൾ ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ നോർമലൈസ്ഡ് പോയിൻറ്റിലെല്ലാം നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷനിലെല്ലാം 1 പോയിൻറ്റ് മാൻഡിസ ഇൻറ്റു
2 റേസ് ടു എക്സ്പൊണൻറ്റ് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ. ബട്ട് ഇത് ഇപ്പോൾ 1.01 അല്ലേ, അപ്പോൾ ഇതിന് 1.11 ആ ഒരു ഇതിലോട്ട് മാറ്റണം. അപ്പോൾ ഈ പോയിൻറ്റിനെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ 1.1101 ഇൻറ്റു നമ്മൾ ഇങ്ങോട്ടല്ലേ മാറ്റിയേക്കുന്നത്, അപ്പോൾ 2 കൊടുക്കാം. ബിക്കോസ് 2 ഡെസിമൽ പോയിൻ്റ് ഇങ്ങോട്ടാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 എന്ന് കൊടുത്തു. ഇപ്പോൾ ഇത് നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷനിലായില്ലേ. ഇപ്പോൾ നമ്പർ പോസിറ്റീവാണ്, അപ്പോൾ സൈൻ ബിറ്റ് 0 ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് എക്സ്പോണൻറ്റിനാണ്. എക്സ്പോണൻറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബയാസ് പ്ലസ് ഈ 2ൻ്റെ പവറിൽ ഏത് വാല്യൂ ആണോ ഉള്ളത് അത്. 2ൻ്റെ പവറിൽ ഇപ്പോൾ 2 ആണുള്ളത്, അപ്പോൾ ബയാസ് പ്ലസ് 2. ബയാസ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ ഇത് 32 ബിറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലേ, അപ്പോൾ ബയാസിൻ്റെ വാല്യൂ 127 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 129. അതാണ് എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ 129. 129ൻ്റെ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിച്ചിട്ട് അടുത്തുള്ള 8 ബിറ്റിൽ അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് മാൻഡിസയാണ്. മാൻഡിസ എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വാല്യൂസാണ് മാൻഡിസ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മാൻഡിസ, ഇതിലുള്ള മാൻഡിസ എന്ന് പറയുന്നത് 1101 ആണ്. ബട്ട് നമുക്ക് 23 ബിറ്റ് മാൻഡിസയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എക്സ്ട്രാ 000 ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ 23 ബിറ്റ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. PDF ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം കേട്ടോ. ഇനിയുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ആസ്കി, എക്സ്റ്റൻഡഡ് ആസ്കി, ABCDIC, ISCII, യൂണിക്കോഡ് ഇങ്ങനെ ഡിഫറെൻറ്റ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആസ്കി എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതുവരെ നമ്മൾ നമ്പേഴ്സാണ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പേഴ്സ് മാത്രമല്ലല്ലോ, ഡോട്ട്, സ്പേസ്, സ്ലാഷ്, സ്റ്റാർ, ഡോളർ ഇങ്ങനെ കുറേ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഈ ആസ്കിയിൽ നമുക്ക് 7 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 128 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ആസ്കി യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇതിൽ നമുക്ക് ക്യാപിറ്റൽ എനെ 65 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഇസഡിനെ 90 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ABCD സ്റ്റാർട്ട് ചെയ്യുന്നത് 65 തൊട്ടാണ്. 65ൽ ക്യാപിറ്റൽ A, അത് ആ ഒരു ഓർഡറിൽ പോകും, BCDEF എന്ന്. അപ്പോൾ 90 വരുമ്പോൾ നമുക്ക് ഇസഡ് വരും. ഇനി സ്മോൾ ലെറ്റർ A സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിലൊരു ചെറിയ എറർ ഉണ്ട്. സ്മോൾ ലെറ്റർ A സ്റ്റാർട്ടാവുന്നത് 61 അല്ല, അത് ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. സ്മോൾ ലെറ്റർ A സ്റ്റാർട്ടാവുന്നത് 97 ആൻഡ് എൻഡ് ആവുന്നത് 122. പിന്നെ സ്പേസിന് നമ്മൾ 32 ആണ് നമ്പർ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ 0 to 127 വരെയുള്ള ഇൻറ്റീജിയേഴ്സ് വെച്ചിട്ട് നമുക്ക് 128 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 7 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ എല്ലാ ഇതും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 128 ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വന്നതാണ് എക്സ്റ്റെൻഡഡ് ആസ്കി. 8 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതിൽ 256 സംതിങ് ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിലുള്ള ആ 127 ക്യാരക്ടേഴ്സ് പ്ലസ് എക്സ്ട്രാ ക്യാരക്ടേഴ്സാണ് എക്സ്റ്റെൻഡഡ് ആസ്കി. 8 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ്. ഇനി ABCDIC ഉണ്ട്. ഇത് നമുക്ക് 256 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റേഷനാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് കോമ്പാക്റ്റബിൾ അല്ല. ബിക്കോസ് ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ഓർഡറിലല്ല നമ്മൾ ക്യാരക്ടേഴ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും പാടാണ്, പിന്നെ അതിനെ മനസ്സിലാക്കി എടുക്കുന്നതും പാടാണ്. അപ്പോൾ ഇത് അത്രയ്ക്ക് കോമ്പാക്റ്റബിളും ആൻഡ് യൂസബിളും അല്ല. ഇനിയുള്ളതാണ് ISCII. ഇത് ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഡെവലപ്പ് ചെയ്തത് ടു റെപ്രസെൻറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് ലൈക്ക് ഹിന്ദി, തമിഴ്, മലയാളം എക്സെട്ര. ആൻഡ് ഇതിൽ നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇത് 8 ബിറ്റ് എൻകോഡിംഗ് സിസ്റ്റമാണ്. ഇതാണ് യൂണിക്കോഡ് കണ്ടുപിടിക്കാൻ ഒരു ബേസായിട്ട് ആക്ട് ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് യൂണിക്കോഡ്. ഇപ്പോൾ ആസ്കിയൊക്കെ എടുക്കുമ്പോൾ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലേ, അതിൽ 256 ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഈ വേൾഡിൽ കുറേ ലാംഗ്വേജസും കുറേ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാത്തിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് യൂണിക്കോഡ്. ISCII അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ISCIയിൽ ഇന്ത്യൻ ലാംഗ്വേജസ് മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. യൂണിക്കോഡിൽ ഓൾ ഓവർ ദ വേൾഡ് ഉള്ള എല്ലാം തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇത് യൂണിക്കോഡ് 16-bit റെപ്രസെൻറ്റേഷനാണ്. ഇതിൽ 65,536 ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഈ വേൾഡിലുള്ള എല്ലാ റിട്ടേൺ ലാംഗ്വേജും തന്നെ ഇത് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ ബൈനറി ടു ആസ്കി കൺവേർഷൻ കൊടുത്തിട്ടുണ്ട്. ആസ്കി 7-bit ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇതിനെ 7 bits ആയിട്ട്, ബൈനറീനെ 7 bits ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി ഡെസിമൽ വാല്യൂ ഏതാണോ അതെടുത്ത് എഴുതണം. ആൻഡ് ഓവർ ഡെസിമൽ വാല്യൂസിന് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ട്, അത് എഴുതാം. ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. ചോദിച്ചാലും കോമൺ ആയിട്ടുള്ളത് A to Z പിന്നെ സ്പേസ് അങ്ങനെ കോമൺ ആയിട്ടുള്ളത് വെച്ചിട്ടേ ചോദിക്കത്തുള്ളൂ. ഇനി എക്സ്റ്റെൻഡഡ് ആസ്കി ആണെങ്കിൽ അത് 8 bit ആണ്. അപ്പോൾ എക്സ്റ്റെൻഡഡ് ആസ്കി ആണ് ചോദിക്കുന്നെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡേറ്റ റെപ്രസെൻറ്റേഷൻ, ബൈനറി അരിത്മെറ്റിക് ആൻഡ് കമ്പ്യൂട്ടറിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഓവർ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.